PD ലീഡ്സ് ആപ്സ് ഇതേപോലെ തുറന്നിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ ഇതേപോലെ അടിച്ചു കൊടുക്കും. ഇപ്പോൾ ഞാൻ ഒരു ഫോൺ നമ്പർ പോലെ അടിച്ചു കൊടുത്തു. അപ്പോൾ സർവർ ഈസ് അൺറീച്ചബിൾ, പ്ലീസ് ട്രൈ അഗെയിൻ ലേറ്റർ. ഈ ഒരു അവസ്ഥയാണ്. ഇത് അവിടുത്തെ സെർവറിന് പ്രശ്നമാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനായി ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ പോയി MVD അല്ലെങ്കിൽ ലേണേഴ്സ് എന്നൊന്ന് അടിച്ചു കൊടുക്കുക. ലേണേഴ്സ് അടിക്കുമ്പോൾ നമുക്ക് കുറേ ആപ്പുകൾ ഇങ്ങനെ വരും. അതിൽ നമുക്കൊരു ആപ്പ് ഞാൻ പറഞ്ഞുതരാം. ലേണേഴ്സിൻ്റെ സ്പെല്ലിങ് ചെറുതായിട്ടൊന്ന് തെറ്റി. അപ്പോൾ ഞാൻ നേരെ അടിച്ചു കൊടുത്തിട്ട് ലേണേഴ്സ്, ഇവിടെ ലേണേഴ്സ് ടെസ്റ്റ് ഉണ്ട്, RTO എക്സാം ഉണ്ട്, അതേപോലെ കുറേ എക്സാംസിൻ്റെ ഇതുണ്ട്. അപ്പം കുറേ ആപ്പുണ്ട്. അപ്പം ഞാൻ ഇവിടെ എടുത്തത് ലേണേഴ്സ് ടെസ്റ്റ് എന്ന ഈ ആപ്പാണ്. ഇതെന്ന് പറഞ്ഞാൽ 13 മാർക്ക്, അതായത് ഞാൻ പറഞ്ഞുതരാം 13 മാർക്ക്, അതായത് 13 അല്ലല്ലോ, 18 മാർക്കും 30 സെക്കൻഡും ആ ഒരു സംഭവം തന്നെയാണ് ഇതിൽ വരുന്നത്. ഇതിൽ ട്രാഫിക് സയൻസോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയ ആപ്പൊന്നുമല്ല, പ്രൊമോഷനും അല്ല. ഇത് എനിക്ക് കിട്ടിയൊരു ആപ്പായതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇത് ലേണർ ടെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് എക്സാം കൊടുക്കാം. ഇവിടെ ഞാൻ കൊടുത്ത എൻ്റെ ഇംഗ്ലീഷാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ മലയാളത്തിലാക്കാനും പറ്റും. ഇത് ഒരിക്കലും പ്രൊമോഷനല്ല. ഇത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കണ്ടുപിടിച്ചില്ല, ഇങ്ങനെ അടിച്ചപ്പോൾ കിട്ടിയൊരു ആപ്പാണ്. ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അപ്പോൾ ഇതേപോലെ കിട്ടും. ഇതിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ആൻസർ നമുക്ക് ഇതേപോലെ പച്ച ചെയ്ത് വരും. അവസാനം നിങ്ങൾ 18 ആൻസർ ശരിയാകുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്ത് വരും? ശരി, പാസ് എന്ന് എഴുതി കാണിക്കും. പിന്നെ ഇതിൽ ചോദ്യാവലിയൊക്കെ ഉണ്ട്. പിന്നെ ചാൻസ് ഇത് കിട്ടിയില്ല, ഈ ആപ്പ് വേണ്ട, വേറെ സംഭവമുണ്ട്. യൂട്യൂബ് എടുക്കുക, RTO എക്സാം എന്ന ഈ ആപ്പ് എടുക്കുക. ഇത് പലർക്കും പണ്ടേ കിട്ടിയൊരു ആപ്പാണ്. അപ്പോൾ ഈ ആപ്പിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ അവർ അപ്ഡേഷൻ കിട്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ ഇത് അതായത് 20 ചോദ്യങ്ങളിൽ 12 ചോദ്യം ശരി ഉത്തരം എഴുതാനുള്ളൊരു സംഭവമാണ്. ഇതിലും എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ചോദ്യാവലി കാര്യങ്ങളും പരിശീലനവും കാര്യങ്ങളും ഉണ്ട്. ആൻസർ ഇവിടെ ശരിയാണ്. അപ്പം ഇതും അത്യാവശ്യം പഠിക്കാം. പക്ഷേ ഇപ്പം കുറച്ച് കടിപ്പായി എന്നാണ് പറയുന്നത് ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് തന്നെ യൂട്യൂബിലും ഉണ്ട്, യൂട്യൂബ് നോക്കി പഠിക്കാം. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ആയി അറിയിച്ചോ. ശരി എന്നാൽ.